ഹലോ, എല്ലാ കൂട്ടുകാർക്കും ജാസ് ഡ്രീം ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും കുമരകത്തുള്ള അബാദ് റിസോർട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നല്ല വ്യൂ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് ഭയങ്കര ഒരു രസമുള്ളൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം ഇത് 2 റൂമാണ്, 2 സെക്ഷനാണ്. അപ്പുറത്തിരിക്കുന്നത് എൻ്റെ വാപ്പച്ചുമ്മച്ചിയും, ഇപ്പുറം ഞങ്ങൾ അതേപോലെ തന്നെ വാപ്പച്ചുമ്മച്ചിക്ക് ചായ കൊടുത്ത പോലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് വന്ന് നിന്ന് ചായ കൊടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്ക് അത് അനിയത്തിയും വന്നു. അങ്ങനെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴെയുള്ള പച്ചപ്പുല്ലിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം, ആ ഒരു വീട് ഉൾപ്പെടെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ പുറത്തൊക്കെ വന്നിരുന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ റൂമിലോട്ട് കയറി കൊച്ചാനായിട്ട് കുറച്ച് നേരം കത്തി വെച്ചു കേട്ടോ. വീഡിയോ എടുപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചാണ് എന്തെങ്കിലുമൊക്കെ റീലൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത്രയും ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ വീഡിയോ എടുപ്പൊക്കെ. ഞങ്ങളെപ്പോലെ തന്നെ കൂടുതൽ എൻജോയ് ചെയ്ത വേറൊരാളാണ് ടുട്ടു കേട്ടോ. ടുട്ടു എവിടെ പോയാലും ഫുട്ബോൾ ഇല്ലാണ്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് വേറെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്താ എല്ലാവരും കൂടെ അവൻ്റെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കണം. അങ്ങനെ എല്ലാവരും കളിച്ചു എന്ന് പറയുമ്പോൾ അവന് നല്ല സന്തോഷമായിട്ടോ. ആറ് വയസ്സ് വരെ ഒരു സ്പോർട്സിനോടും ഇഷ്ടമില്ലാണ്ടിരുന്ന ഒരാളായിരുന്നു ടുട്ടു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ ഫുട്ബോളാണ് 24 മണിക്കൂറും. അപ്പോൾ വാപ്പി പിന്നെ സ്പോർട്സിൻ്റെ ആളായതുകൊണ്ട് മോനോടൊപ്പം കളിക്കാൻ സന്തോഷമേ ഉള്ളൂ. എന്നാലും ഫുൾ ടൈം ഇങ്ങനെ കളിക്കുന്നു പറയുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുമെങ്കിലും ഈ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ ഒപ്പം കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് ഇവിടുന്ന് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പിക്സാണ് കേട്ടോ. ഈ കായലിലാണെങ്കിൽ എപ്പോഴും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൽ തന്നെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഘോഷയാത്ര പോലെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ കുറേ നേരം ടുട്ടുവിനായിട്ട് ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ സ്പെഷ്യൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല. ചിക്കൻ്റെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഫിഷൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മളൊന്നും കൂടെ അബാദിൻ്റെ പുറത്തോട്ടൊന്ന് നടക്കായിരുന്നു കേട്ടോ. ഇത് മെയിൻ എൻട്രൻസ് അല്ല, നമുക്കിങ്ങനെ കുറച്ച് നടക്കാനുള്ള ഒരു ഫ്രണ്ട് വ്യൂ ഇല്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ പോയിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെയാണ്. അങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്താ നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതും ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള ഏരിയ ആയിരുന്നു. നമുക്ക് ഇരുന്ന് വർത്താനം പറയാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ വീഡിയോസ് എടുക്കലും എല്ലാമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു റിസോർട്ടിലാണെങ്കിൽ എൻ്റെ ഫോൺ ഫുൾ ടൈം ഹൈപ്പർ ലാപ്സ് മോഡിലായിരുന്നു കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ ഓണാക്കി ഇങ്ങനെ ഹൈപ്പർ ലാപ്സിൽ ഇട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നോർമൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് എടുക്കണോണ്ട് നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു സ്ലോ മോഷനും കൂടി അങ്ങോട്ട് എടുത്ത് വെച്ചു. ഇതും ഒരു സൈഡ് വ്യൂ തന്നെയാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ. നമ്മൾ ഇവിടെയും വിട്ടുകളഞ്ഞില്ല, ഇവിടെയും പറ്റിയ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ അടുത്ത ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെയും കത്തിയടി തുടർന്നു കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, വാപ്പി മോനും വീണ്ടും പൂളിൽ ഇറങ്ങിയിട്ട് വീണ്ടും അവരുടെ ആഘോഷം അങ്ങനെ നടന്നു കേട്ടോ. എന്നെക്കൊണ്ട് ഇതുവരെ പറ്റാത്തൊരു സാധനമായിരുന്നു ഈ നീന്തൽ കേട്ടോ. ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വല്ലപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോഴൊക്കെയല്ലേ ട്രൈ ചെയ്യുള്ളൂ. എന്നാലും ഞാൻ കുറേ ശ്രമിച്ചിട്ടും പറ്റാത്തൊരു സംഭവമാണത്. അതിനിടയ്ക്ക് ഒരാൾ മലർന്നു കിടന്ന് ഷോ ഇറക്കുവാണ്. പൂളിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെയും കാണാമായിരുന്നു. ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാമായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് സൂര്യനാണോ ചന്ദ്രനാണോ എന്നൊക്കെ മാറിപ്പോയുള്ളൊരവസ്ഥയൊക്കെ വരെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ റിസോർട്ടിൽ ഓരോ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഓരോ ദിവസവും മാറി മാറി ഉണ്ടായിരുന്നു കേട്ടോ. കിടക്കുന്നത് വരെ നമുക്ക് ആസ്വദിക്കാമായിരുന്നു. ഇത് നമ്മുടെ റൂമിൻ്റെ പിൻവശമാണ്, പക്ഷേ ലേക്കിൻ്റെ ആ ഫ്രണ്ടേജിൽ നമ്മുടെ രാവിലേക്ക് ഷൂട്ട് ചെയ്തത് ആ ഒരു ഭാഗം കേട്ടോ. അത് ആ ലൈറ്റൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ മിഞ്ചു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.